ഭഗവത്ഗീതയുടെയും ഖുറാന്റെയും ബൈബിളിൻ്റെയും ഒക്കെ മലയാളം പരിഭാഷ വായിക്കാനും അത് ഓഡിയോ ആയി പ്ലേ ചെയ്യാനും ഇനി അതിലെ വചനങ്ങൾ നമുക്ക് മറ്റൊരാൾക്ക് വേണ്ടി പോസ്റ്റർ നിർമ്മിച്ച് ഷെയർ ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന 3 തരം ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. 3 മതസ്ഥരുടെയും ആപ്ലിക്കേഷൻ വ്യത്യസ്ത ഡെവലപ്പർമാർ നിർമ്മിച്ചത് കൊണ്ട് തന്നെ എല്ലാ ആപ്ലിക്കേഷനിലും വ്യത്യസ്തമായ ഫീച്ചറുകളാണ് ഒന്നിലുള്ളത് മറ്റൊന്നിൽ ഉണ്ടാവാൻ സാധ്യതയൊന്നുമില്ല. അപ്പോൾ നമുക്ക് 3 ആപ്ലിക്കേഷനും പരിചയപ്പെടാം. ആദ്യം ഭഗവത്ഗീത മലയാളം ആപ്ലിക്കേഷൻ്റെ ഫീച്ചറുകൾ പറഞ്ഞു തരാം. അതിനുശേഷം ഖുർആൻ മലയാളത്തിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞു തരാം. പിന്നെ ഞാൻ ബൈബിളിൻ്റെ മലയാളത്തിൻ്റെ ഫീച്ചേഴ്സുകൾ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് ഓരോ ആപ്ലിക്കേഷനായിട്ട് പരിചയപ്പെടാം. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാനായി യൂട്യൂബ് ആണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ഫേസ്ബുക്ക് ആണെങ്കിൽ കമൻറ്റ് ബോക്സിലും ലിങ്ക് ഉണ്ടാവും. ഇനി മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ നിന്നാണ് വീഡിയോ കാണുന്നതെങ്കിൽ സ്ക്രീനിൽ നിങ്ങൾക്ക് QR കോഡ് കാണാം. അതുപയോഗിച്ചിട്ടും നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ എത്താൻ സാധിക്കുന്നതാണ്. ഇനി ഈ വെബ്സൈറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ വളരെ സാവധാനത്തിൽ 10 സെക്കൻഡെങ്കിലും എടുത്തിട്ട് താഴേക്ക് പോയാൽ മതി. 3 ലിങ്കുകളുണ്ട്. അപ്പോഴേക്ക് ലിങ്കുകൾ ലോഡ് ആവുകയുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ഭഗവത്ഗീത, ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ഖുർആൻ, അതുപോലെ തന്നെ ക്ലിക്ക് ഹിയർ ഡൗൺലോഡ് ബൈബിൾ എന്ന് പറഞ്ഞു 3 ഓപ്ഷൻ കാണാം. ഇതിൽ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഭഗവത്ഗീതയുടെ മലയാളം പരിഭാഷ ആപ്ലിക്കേഷനാണ്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ കാറ്റഗറി ആയിട്ട് ശ്ലോകങ്ങൾ ഇതിനകത്തുണ്ടാവും. എല്ലാ കാറ്റഗറിയും ഇതിനകത്തുണ്ട്. നിങ്ങൾക്ക് ഏത് കാറ്റഗറിയാണ് വേണ്ടത് ജസ്റ്റ് അത് ഇതുപോലെ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ആ കാറ്റഗറിയിലുള്ള മുഴുവൻ ശ്ലോകങ്ങളും അതിനകത്തുണ്ടാവും. നിങ്ങൾക്ക് ഏത് ശ്ലോകമാണ് വായിക്കേണ്ടത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ശ്ലോകവും അതിൻ്റെ വിവരണവും ഇതിനകത്തുണ്ടാവും. ഇനി മുകളിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ബട്ടൺ കാണാം. ആ നെക്സ്റ്റ് ബട്ടൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് അടുത്ത ശ്ലോകങ്ങൾ വായിക്കാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾക്കിത് സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യണമെങ്കിൽ ഇവിടെ ഷെയർ ബട്ടൺ ഉണ്ട്. അങ്ങനെ ഷെയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് മാത്രമേ ഷെയർ ആവുകയുള്ളൂ. നിങ്ങൾക്ക് ഇതുപോലെ ഗ്രാഫിക്സോടെ ഷെയർ ചെയ്യണമെങ്കിൽ ജസ്റ്റ് നിങ്ങളിതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് ആർക്കാണ് ഷെയർ ചെയ്യേണ്ടത് അത് ജസ്റ്റ് അയാളെ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കത് ക്രോപ്പ് ചെയ്യേണ്ട ഓപ്ഷൻ ലഭിക്കും. ജസ്റ്റ് അത് നിങ്ങൾക്ക് അതിൻ്റെ ഗ്രാഫിക്സ് മാത്രം സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ അത് മാത്രം സെലക്ട് ചെയ്തിട്ട് സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഭാഗം മാത്രം അവർക്ക് സെൻഡ് ആകുന്നതാണ്. ഇനി ഈ ആപ്ലിക്കേഷനകത്ത് തന്നെ രണ്ടാമതായി ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശ്രീകൃഷ്ണനെ കുറിച്ചിട്ടുള്ള നിരവധി കാര്യങ്ങൾ ഇതിനകത്ത് നിന്ന് വായിക്കാൻ സാധിക്കുന്നതാണ്. ഇനി തൊട്ടടുത്തായിട്ട് ഓഡിയോ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഭഗവത്ഗീത മൊത്തമായിട്ട് നിങ്ങൾക്ക് ഓഡിയോ പ്ലേ ചെയ്യേണ്ട ഓപ്ഷൻ ആദ്യം തന്നെയുണ്ട്. ഏകദേശം 1 മണിക്കൂറും 41 മിനിറ്റുമുള്ള ആ ഓഡിയോ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പ്ലേ ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോ വിഭാഗമായിട്ട് ഇവിടെ പ്ലേ ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പ്ലേ ചെയ്തിട്ട് ഇതൊക്കെ ഓഡിയോ ആയിട്ട് കേൾക്കാനും സാധിക്കുന്നതാണ്. ഇത് ഖുറാൻ്റെ മലയാള പരിഭാഷ ആപ്ലിക്കേഷനാണ്. ഇത് ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വലിയൊരു ഫയൽ ഡൗൺലോഡ് ആകുന്നത് കാണാം. അത് നിങ്ങൾ ക്യാൻസൽ ചെയ്താൽ മതി. കാരണം എല്ലാവർക്കും വലിയ ഡാറ്റ ഉണ്ടാവില്ല, മൊബൈൽ ഡാറ്റ ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്തിട്ട് ആവശ്യമുള്ള സൂറത്ത് ഓരോന്ന് ഡൗൺലോഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഓരോ ദിവസമായിട്ട് നിങ്ങൾക്ക് നോക്കി ആവശ്യത്തിന് മാത്രം ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇത് ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഇവിടെ ഇടതുഭാഗത്ത് തന്നെ ഓപ്ഷൻ ഉണ്ട്. ഓരോ സൂറത്തിൻ്റെയും ഇടതുഭാഗത്തുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡൗൺലോഡ് ആയിക്കോളും. ഇനി നിങ്ങൾക്ക് ഇത് പ്ലേ ചെയ്യണമെങ്കിൽ ആ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പ്ലേ ബട്ടൺ വരും. ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സൂറത്ത് പ്ലേ ആകുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ മലയാള പരിഭാഷ ലഭിക്കണമെങ്കിൽ സ്ക്രീനിൽ 1 തവണയോ 2 തവണയോ ടച്ച് ചെയ്യുന്ന സമയത്ത് താഴെ ഇതുപോലെ ഓപ്ഷൻ വരാം. ഇതിൽ ഞാൻ ആരോ മാർക്കിൽ കാണിക്കുന്ന ആ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മലയാള പരിഭാഷ ലഭിക്കുന്നതാണ്. ഇനി നിങ്ങൾക്കിത് പ്ലേ ചെയ്യാനും ജസ്റ്റ് അത് സ്ക്രീനിലേക്ക് ടച്ച് ചെയ്താൽ താഴെ പ്ലേ ബട്ടൺ കാണാം. ഇത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്കിത് പ്ലേ ചെയ്യുന്ന സമയത്ത് ആദ്യം അറബിക്കും പിന്നെ അതിൻ്റെ പരിഭാഷയും നിങ്ങൾക്ക് വായിച്ചു തരുന്നതാണ്. ഇനി നിങ്ങൾക്ക് കാറ്റഗറിയിൽ ഓരോന്നായിട്ട് വായിക്കണമെങ്കിൽ അത് ഇതുപോലെ സെലക്ട് ചെയ്തിട്ടും നിങ്ങൾക്ക് ആ വചനം മാത്രം പ്ലേ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഇത് നിങ്ങൾക്ക് സുഹൃത്തിനോ മറ്റോ ഷെയർ ചെയ്യണമെങ്കിൽ ഇവിടെ ഷെയർ ബട്ടൺ ഉണ്ട്. അങ്ങനെ ഷെയർ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ടെക്സ്റ്റ് മാത്രമേ നിങ്ങൾക്ക് സെൻഡ് ആവുകയുള്ളൂ. നിങ്ങൾക്കിത് ഗ്രാഫിക്സോടെ സെൻഡ് ചെയ്യണമെങ്കിൽ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് ഷെയർ കൊടുത്തിട്ട് വാട്സപ്പിൽ ആർക്കാണോ അയക്കേണ്ടത് അയാളെ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്കിത് ക്രോപ്പ് ചെയ്യേണ്ട ഓപ്ഷൻ കിട്ടും. ഇത് മുഴുവനായിട്ട് അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗം മാത്രം അയച്ചാൽ മതിയെങ്കിൽ അത് മാത്രം സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാനും സാധിക്കുന്നതാണ്. ഇനി ഈ ആപ്ലിക്കേഷന് ഒരു പ്രശ്നമുണ്ട്. നമ്മളെപ്പോഴും ആപ്ലിക്കേഷനിൽ നിന്ന് എക്സിറ്റ് പോയിട്ട് വീണ്ടും തുറക്കുന്ന സമയത്ത് നമ്മൾ അവസാനം ഏത് സൂറത്താണോ ഓപ്പൺ ചെയ്തത് ആ സൂറത്താണ് ഓപ്പൺ ആയി വരിക. അപ്പോൾ പലർക്കും ഇതിൽ നിന്ന് എക്സിറ്റ് പോകാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ബാക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഗോ ടു ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിട്ടും. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും മുന്നിലത്തെ പേജിലേക്ക് വരാൻ സാധിക്കുന്നതാണ്. ഇത് ബൈബിളിൻ്റെ മലയാള പരിഭാഷ ആപ്ലിക്കേഷനാണ്. ഇതിനകത്ത് ഒരുപാട് ഫീച്ചറുകളുണ്ട്. എല്ലാം തന്നെ എനിക്ക് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യം മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ. പിന്നെ മറ്റ് ആപ്ലിക്കേഷനെ അപേക്ഷിച്ച് ഇതിൽ ഒരുപാട് പരസ്യങ്ങളുണ്ടാകും. അങ്ങനെ ഒരു പോരായ്മ മാത്രമേ ഈ ആപ്ലിക്കേഷനുള്ളൂ. ആപ്ലിക്കേഷൻ തുറന്നു കഴിഞ്ഞാൽ മത്തായിലാണ് ഉണ്ടാകുക. നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ വചനങ്ങളും ഇതുപോലെ നമുക്ക് വായിക്കാൻ പറ്റുന്നതാണ്. ഇനി ജസ്റ്റ് ഇവിടെയുള്ള ഐക്കണിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വളരെ സാവധാനത്തിൽ താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോകുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് സുഗമമായിട്ട് വായിക്കാൻ സാധിക്കുന്നതാണ്. ഇനിയിപ്പോൾ ഇത് മത്തായിലാണുള്ളത്. ഇവിടെ
ഇവിടെ മത്തായി എന്നുള്ള എഴുത്തിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ളതും വായിക്കാൻ സാധിക്കുന്നതാണ്. ഇതിപ്പോൾ ബൈബിളിൻ്റെ പുതിയ നിയമത്തിലാണുള്ളത്. ഇനി പഴയ നിയമത്തിലേക്ക് പോകാൻ ഇവിടെ ഓൾഡിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ പഴയ നിയമം ലഭിക്കുന്നതാണ്. ഇനി ഇങ്ങനെയും പോകേണ്ട ആവശ്യമില്ല. ഇവിടെ ഫ്രണ്ട് പേജിൽ തന്നെ നിങ്ങൾക്ക് ഇടതുഭാഗത്തായിട്ട് ഒരു ഐക്കൺ കാണാം. അതിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിരവധി ഓപ്ഷൻ ഇതിലേക്കുണ്ട്. ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ബൈബിളിൻ്റെ പഴയതും പുതിയതും സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ വീഡിയോസ് ഉണ്ട്, അതുപോലെ FM റേഡിയോ ഉണ്ട്, അതുപോലെ പ്രാർത്ഥനകളുണ്ട്. അങ്ങനെ നിരവധി ഫീച്ചറുകൾ ഇതിനകത്തുണ്ട്. പിന്നെ നമുക്ക് വചനങ്ങൾ ഇതിൽ നിന്ന് പ്ലേ ചെയ്യാനുള്ളൊരു ഓപ്ഷന് ഈ ആപ്ലിക്കേഷനകത്ത് ഇല്ല. പിന്നെ നമുക്ക് ഏത് വചനങ്ങൾ വേണമെങ്കിലും ആർക്കും സെൻഡ് ചെയ്യേണ്ട മികച്ചൊരു ഓപ്ഷൻ ഇതിനകത്തുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാം അത് എനിക്കൊരു പോസ്റ്ററായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇത് എഡിറ്റ് ചെയ്യാനും എക്സ്ട്രാ ആഡ് ചെയ്യാനും ഒക്കെ ഓപ്ഷൻ ഉണ്ട്. ഇനി നമ്മൾ വലത്ത് നിന്ന് ഇടത്തോട്ടേക്ക് നീക്കുകയാണെങ്കിൽ അതിൻ്റെ വാൾപേപ്പർ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി ഷെയർ കൊടുത്തിട്ട് നിങ്ങൾക്ക് വാട്സപ്പിലോ എന്തിലൊക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് നല്ല ബാക്ക്ഗ്രൗണ്ട് ഇതിനകത്തുണ്ട്. ഇനി നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ടൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്തിട്ടും നിങ്ങൾക്ക് ഇത്തരം പോസ്റ്ററുകൾ ഷെയർ ചെയ്യാനും സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരെക്കും ഗുഡ് ബൈ.